മനസ്സിലാവും. ഞാനും ട്രെവറും റീസെൻ്റ്ലി പുതിയ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരാറുണ്ട് കേട്ടാ. നമ്മൾ എന്നിട്ട് ആ വണ്ടികളൊക്കെ നൈസായിട്ട് മോഡിഫൈ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടും. നമ്മുടെ വർക്ക്ഷോപ്പ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടാ. ഇവിടെ ഇപ്പോൾ 4 വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ആ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ആ വണ്ടികൾ. അതിൽ ഒരെണ്ണം റേഞ്ച് റോവറാണ് കേട്ടാ. ഈ റേഞ്ച് റോവർ കണ്ടിട്ട് മോഡിഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അതിലിനി എന്തുകൊണ്ടാണോ മോഡിഫൈ ചെയ്യാനുള്ളത്. ഇവിടെ പിന്നെ ഒരു റെഡ് കളർ വണ്ടി ഉണ്ട്. ഇത് ഏത് ഈ ബ്ലൂ കളർ വണ്ടി കണ്ടിട്ട് മറ്റേ നിസാൻ സ്കൈലൈൻ GTR പോലെ ഉണ്ട്. പക്ഷെ അതല്ല, ഇത് വേറെ ഏതൊരു വണ്ടിയാ. ഒരു മിനിറ്റ്, ഇത് ശരിക്കും GTR തന്നെയാ. അതിന്റെ ടൈലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് സ്കൈലൈൻ GTR ആണ്. വെറുതെ അല്ല ഇതിന്റെ പാർട്സ് ഒന്നും കിട്ടാത്ത. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഈ കാണുന്ന 2 വണ്ടികളില്ലേ, അതിന്റെ പാർട്സ് ഒക്കെ ഇല്ലേ ഒരു ട്രക്കിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും സ്പെയർ പാർട്സ് ബെന്നിയാണ് ഓർഡർ ചെയ്തത്. നമ്മളത് നൈസായിട്ട് പൊക്കി കൊണ്ടുവന്നു. ആ ട്രക്ക് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രക്ക് എവിടെ പോയേ? എടാ ഡ്രൈവറെ, പണിപ്പാളിടാ, നമ്മുടെ ട്രക്ക് കാണാനില്ല. ആരടിച്ചു മാറ്റി? ഇല്ലടാ, ട്രക്ക് ആരും അടിച്ചു മാറ്റിയിട്ടില്ല. അത് ഞാൻ ബാക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ ട്രക്ക് ആരും അടിച്ചു മാറ്റിയെന്ന്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടികളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ആദ്യം ഏത് വണ്ടി മോഡിഫൈ ചെയ്യുക? നമുക്ക് തൽക്കാലം ഈ കാണുന്ന നിസാൻ സ്കൈലൈൻ GTR ഇല്ലേ, അത് മോഡിഫൈ ചെയ്യാം. ഇത് പക്ഷെ വലിയ കാര്യമായിട്ട് മോഡിഫൈ ഒന്നും ചെയ്യില്ല കേട്ടാ. ജസ്റ്റ് അതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് മാറ്റും, പിന്നെ ഒരു സ്പോയിലർ വയ്ക്കും. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, നീലയും വെള്ളയും. തൽക്കാലം ഞാൻ കളറൊന്നും മാറ്റണില്ല. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സോസ്റ്റ് മാറ്റുക, സ്പോയിലർ വയ്ക്കുക, അല്ലാണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഈ കാണുന്ന സ്കൈലൈൻ GTR ഇല്ലേ, അങ്ങനെ മോഡിഫൈ ചെയ്തേക്കാണ് കേട്ടാ. ബാക്കിൽ ഒരു സ്പോയിലർ വെച്ചു, പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് മാറ്റി, ഉള്ളിൽ മറ്റേ റോൾ കേജ് ഇല്ലേ ആ സംഭവം വെച്ചു, പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പറിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അല്ലാണ്ട് ഇതിൽ വലിയ കാര്യമായിട്ട് മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ വീല് മാറ്റണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഈ വീല് കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് മാറ്റിയില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടിയില്ലേ ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് അടുത്ത വണ്ടി മോഡിഫൈ ചെയ്യാം. അടുത്തത് ഏത് വണ്ടി മോഡിഫൈ ചെയ്യുക? നമുക്ക് ഈ കാണുന്ന പോർഷയില്ലേ അത് മോഡിഫൈ ചെയ്യാം. ഈ വണ്ടിയുടെ കളർ മാറ്റാട്ടാ. ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പച്ച കളറൊക്കെ അടിക്കാനായിട്ട്. ശരിക്കും ഈ വണ്ടിക്ക് പച്ച കളർ അടിക്കണ. ഈ വണ്ടിക്ക് അത് മാച്ച് ആവണില്ല. ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഓണർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നമുക്കിപ്പോൾ ഈ കാണുന്ന വണ്ടിയില്ലേ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിന്റെ പാർട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ പോർഷൻ കൂടി ഞാനും ഡ്രൈവർ അങ്ങനെ മോഡിഫൈ ചെയ്തേക്കാണ് കേട്ടാ. ഇതിൽ പിന്നെ അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിയുടെ ടയറൊക്കെ മാറ്റി, പിന്നെ സ്പോയിലർ വെച്ചു, വണ്ടിയുടെ കളർ മാറ്റി, എക്സോസ്റ്റ് വെച്ചു, പിന്നെ നേരത്തെ GTR ചെയ്ത പോലെ ആ റോൾ കേജ് ഇല്ലേ അത് ഈ വണ്ടിയിൽ വെച്ചു, ഗ്ലാസ്സുകൾ ടിൻഡടിച്ചു. GTR ഗ്ലാസ്സുകൾ ടിൻഡടിച്ചാലോ എന്ന് വിചാരിച്ചതാ, പക്ഷെ അതിൽ എന്താണാവോ ഭയങ്കര ബോറായിട്ട് തോന്നുന്നു, അതുകൊണ്ട് അതിൽ ടിൻഡടിച്ചില്ല. ഈ വണ്ടിയിൽ പക്ഷെ വലിയ കുഴപ്പമില്ല, ടിൻഡടിച്ചപ്പോൾ ഒരു ലുക്ക് ഉണ്ട്. ഈ വണ്ടിയുടെ വർക്ക് ഇപ്പോൾ ഏതായാലും കഴിഞ്ഞേക്കാ. നമുക്ക് ഈ വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് അടുത്ത വണ്ടി മോഡിഫൈ ചെയ്യാം. അടുത്ത് നമുക്ക് ഈ കാണുന്ന റെഡ് കളർ വണ്ടിയില്ലേ അത് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇത് ഏതൊരു പഴയ കാലത്തെ വണ്ടിയാ. ഈ വണ്ടിയുടെ പാർട്സ് പിന്നെ ആ ട്രക്കിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി അങ്ങ് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഈ വണ്ടി മുന്നേ എവിടെയും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റൊക്കെ മാറിയിട്ടുണ്ട്, മറ്റേ ബക്കറ്റ് ടൈപ്പ് സീറ്റാണ് വരണേ. പിന്നെ എൻ്റെ മിററിൻ്റെ പ്ലേസ്മെന്റ് കണ്ട ബോണറ്റിൻ്റെ അവിടെ വരണേ. ഈ വണ്ടി മുന്നേ ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് പക്ഷെ ഇതിലും പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടി കൂടി മോഡിഫൈ ചെയ്തേക്കാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടില്ലേ, ഒരു വെറൈറ്റി എക്സോസ്റ്റാ. സംഭവം കുറച്ച് വിയേഡായിട്ട് തോന്നും, എന്നാലും കുഴപ്പമില്ല, നൈസാ. ഈ വണ്ടിയിൽ പക്ഷേ ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, വണ്ടിയുടെ ടയർ മാറ്റി, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബമ്പർ മാറ്റി, റൂഫ് റെയിൽസ്, സ്പോയിലർ, റോൾ കേജ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ ലുക്ക് അങ്ങ് ഞാൻ മൊത്തത്തിൽ മാറ്റി. എന്തൊട്ടായാലും സംഭവം കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഈ വണ്ടി അങ്ങ് പാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, മുമ്പിൽ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ വന്നിട്ടേ. നമുക്കിപ്പോൾ എവിടെ പാർക്ക് ചെയ്യുക? തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അത് നമുക്ക് സെറ്റാക്കാം.
ഇവിടെ അപ്പുറത്ത് ഒരു മഞ്ഞ കളർ വണ്ടി ഉണ്ട് കേട്ടാ. ഇതിന്റെ ഓണർ എവിടേക്കാണ് അത് പോയേ? വണ്ടി മോഡിഫൈ ചെയ്തു. ഇതൊരിക്കലും വണ്ടി മേടിക്കാനായിട്ട് വന്നിട്ടില്ല. അതെന്താണാവോ? ഇവിടെ ഒരു റേഞ്ച് റോവർ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇത് മോഡിഫൈ ചെയ്യാം. ഒരു മിനിറ്റ്, ഈ വണ്ടി കണ്ടിട്ടേ ഫുള്ളി മോഡിഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതുണ്ടില്ലേ, ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രല്ല, ഇതിന്റെ ഗ്ലാസും ടിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിലിനി എന്തുട്ടാ മോഡിഫൈ ചെയ്യാനുള്ള? എന്തുട്ടാണാവോ? ഏയ് ഇതെന്തത്? വണ്ടി അകത്തേക്ക് കയറുന്നില്ല, ഇവിടെ സ്റ്റക്കായി. ഈ വണ്ടിക്ക് പക്ഷെ അത്യാവശ്യം വലിപ്പമുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. നമ്മളോടെ ഈ വണ്ടിയുടെ എഞ്ചിനില്ലേ, അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഓണർ. നമുക്കപ്പോൾ അത് മാത്രം ചെയ്താൽ മതിയാവും. ഇതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിനങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഈ വണ്ടിയുടെ എഞ്ചിനില്ലേ ഞാൻ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് പോയാ? ചിലപ്പോൾ കസ്റ്റമറിന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളങ്ങനെ ആ 4 വണ്ടികളില്ലേ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തേക്കാണ്. ഇനി കസ്റ്റമേഴ്സ് വന്നിട്ട് വണ്ടി മേടിച്ചുകൊണ്ട് പോയാൽ മതി. ഈ വണ്ടി പിന്നെ ആരുടെയാവോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ വണ്ടിയില്ലേ പേഴ്സണൽ കാറാക്കാം. ഇതിവിടെ 2-3 ദിവസമായിട്ട് വെറുതെ ഇരിക്കുക. അതങ്ങനെ വെറുതെ ഇരിക്കണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡൻ ബുഗാട്ടിയും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഡ്രൈവർ കൊണ്ടുപോയി. ആ വണ്ടി ഇപ്പോൾ ഡ്രൈവറിൻ്റെ വീട്ടിലിരിക്കണ്ടാവും. ഓക്കെ ഗൈസ്, ഇവിടെ ഈ വണ്ടികളുടെ ഓണർമാർ വന്നേക്കാണ് കേട്ടാ. ഞാൻ ഇവരോട് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കാണ് വരാൻ പറഞ്ഞേ. ഇവർ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. അവർ എന്നിട്ട് വണ്ടികൾ എടുത്തോണ്ട് പോവുകയും ചെയ്തു കേട്ടാ. നമുക്കിവിടെ ഇഷ്ടം പോലെ പ്രോഫിറ്റ് കിട്ടി. $50 മില്യൺ കിട്ടിയത്. എന്തെങ്കിലും ആട്ടെ. ഇനി നമുക്ക് ഈ വർക്ക്ഷോപ്പില്ലേ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ കോലം ഇത്രയും മോശമാണ്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഇവിടെ ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വണ്ടികളൊന്നും വന്നിട്ടില്ല കേട്ടാ. അതുകൊണ്ട് ഞാനും ഡ്രൈവറും പടത്തിന് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ആവേശം പടല്ലേ, അത് ഈ ലോസ് ആൻഡോസിലെ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. നമുക്കപ്പോൾ ആ പടം കാണാൻ പോവാം. മൈക്കിളിനെ വിളിക്കണ? നമുക്ക് മൈക്കിളിനെ കൂടി വിളിച്ചു നോക്കാം. അത് പക്ഷെ ചിലപ്പോൾ വരുള്ളൂ. A few moments later. ഓക്കെ ഗൈസ്, ഈ ഫ്രാങ്ക്ലിനും ട്രെവറും പുതിയ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടാ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായേ? എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരാൾ പോലും കയറണില്ല. എല്ലാവരും അവരുടെ വർക്ക്ഷോപ്പിൽ കയറണേ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് അവന്മാരുടെ വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ എൻ്റെ വർക്ക്ഷോപ്പ് പൂട്ടി പോകേണ്ട അവസ്ഥയാവും. അവരിപ്പോൾ ഏതായാലും പടത്തിനൊക്കെ പോയേക്കാ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ വർക്ക്ഷോപ്പൊക്കെ കത്തിച്ച് കളയാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ പോലും ആ ഭാഗത്തേക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വർക്ക്ഷോപ്പ്. നമുക്കിനി ഈ വർക്ക്ഷോപ്പാണ് കത്തിച്ച് കളയേണ്ടത്. ലെറ്റ്സ് ഗോ. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബുണ്ട്, അതെല്ലാം വലിച്ചെറിയാം. ഈ വർക്ക്ഷോപ്പ് എങ്ങാനും കത്തിച്ച് കളഞ്ഞാലേ പിന്നെ ഒരാൾ പോലും ഈ ഭാഗത്തേക്ക് വരില്ല. അന്നേരം എല്ലാവരും എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ഞാൻ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ഇട്ടേക്കാണ് കേട്ടാ. നമുക്കിനി ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവന്മാരുടെ വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമാക്കുക. ഇനി ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് വരില്ല. നമുക്കിനി എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ഇവിടെ അധികം നേരം നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. 2 hours later. എടാ മോനെ, ആ പടം നൈസായിട്ട് കേട്ടാ. ആ ഹിപ്സ്റ്റാറിൻ്റെ അഭിനയം ഒരു രക്ഷയുമില്ലേ. ഒരു മിനിറ്റ്, ഇതെന്തത്? അവിടെ തീയൊക്കെ കത്തുണ്ടല്ലോ. അല്ല, അത് നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ? നമ്മുടെ വർക്ക്ഷോപ്പ് എങ്ങനെ തീ പിടിച്ചേ? എടാ ഡ്രൈവറെ പണിപ്പാളിയല്ലോ. എന്നാലും ആരാണോ ഈ പണി ഒപ്പിച്ചേ? ആരാവന ചാൻസ്? അതാ ബെന്നി തന്നെയാ, ഉറപ്പാ. ആടാ ഡ്രൈവറെ, ബെന്നി തന്നെ ഈ പണി ഒപ്പിച്ചേ, അല്ലാണ്ട് വേറെ ആരും ഒന്നല്ല. കാരണം ഈ വർക്ക്ഷോപ്പ് കത്തിച്ച കളയാനേ ബെന്നി ആളെ വരെ വിട്ടുണ്ട്. എന്തുട്ടായാലും ഞാൻ ബെന്നിനെ വെറുതെ വിടാൻ പോണില്ല, അത് ഉറപ്പാ. DC